ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നു ഞാൻ വിചാരിക്കുന്നു. ഞാൻ എന്തായാലും എൻ്റെ ഐപാഡിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പ്രൊട്ടക്റ്റീവ് കേസ് മേടിച്ചു. അപ്പോഴെന്തായാലും നിങ്ങളെ കൂടെ അത് പരിചയപ്പെടുത്തേക്കാം എന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ മേടിച്ചത് ESR എന്ന കമ്പനിയുടെ ഒരു പ്രൊട്ടക്റ്റീവ് കേസാണ് മേടിച്ചിരിക്കുന്നത്. നമ്മുടെ ഐപാഡ് എയർ 5th ജനറേഷന് വേണ്ടിയിട്ടുള്ള കേസാണ് കേട്ടോ. അത് അത്യാവശ്യം നല്ലൊരു പാക്കേജ് തന്നെയാണ് ഇതിൻ്റെ അകത്ത്. പുറത്തൊക്കെ അത്യാവശ്യം അതിൻ്റെ ഒരു സ്പെക്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ആവശ്യമൊന്നും തോന്നുന്നില്ല. ശരി, നമുക്ക് എന്തായാലും ഒത്തിരി ഒന്നും ലേറ്റ് ആക്കണ്ട, നമുക്ക് നേരെ ഒന്ന് അൺബോക്സ് ചെയ്തേക്കാം. അപ്പോൾ നമ്മൾ അൺബോക്സ് ചെയ്ത് വരുമ്പോൾ ആദ്യം കിട്ടുന്നത് ഒരു പ്ലാസ്റ്റിക് കവറിൽ അതിന് ഒന്ന് അത്യാവശ്യം നന്നായിട്ട് പൊതിഞ്ഞിട്ടുണ്ട്. എന്തായാലും ആദ്യം തന്നെ കയ്യിലെടുക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും പുറത്തെടുത്തേക്കാം. പുറത്തെടുക്കുമ്പോഴേക്കും അതിൻ്റെ നല്ലൊരു ബിൽഡ് ക്വാളിറ്റി, അതായത് അത്യാവശ്യം നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ പുറത്തുള്ള നമ്മുടെ കേസിന്റെ പുറത്തുള്ള ചെറിയ ലെതർ ആണെങ്കിലും അത്യാവശ്യം അത് നല്ലൊരു ക്വാളിറ്റി ഉണ്ട്. ബാക്കും നല്ല രീതിയിലുള്ള പ്രൊട്ടക്റ്റീവ് നൽകുന്ന രീതിയിലുള്ള പ്ലാസ്റ്റിക് തന്നെയാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഐപാഡിന് വേണ്ടിയിട്ടുള്ള സ്പീക്കർ ഗ്രില്ലിന് വേണ്ടിയിട്ടുള്ള കട്ടിങ്സ് ഒക്കെ വളരെ പക്കയാണ്. അതും നല്ലൊരു ക്വാളിറ്റി ഉണ്ട്, അങ്ങനെ വളഞ്ഞു പോകുക അങ്ങനെയൊന്നുമില്ല, നല്ല ക്വാളിറ്റി ഉണ്ട്. അത്യാവശ്യം കട്ടിങ്സ് എല്ലാം കറക്റ്റായിട്ട് തന്നെയാണ്, പ്രോപ്പറായിട്ട് തന്നെയാണ് അവർ നൽകിയിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഐപാഡ് വയ്ക്കുന്ന സമയത്ത് അത് പ്രോപ്പറായിട്ട് അറിയാൻ സാധിക്കും. എന്തായാലും നമുക്കത് നോക്കാം. നമ്മുടെ ഗ്ലാസ് ഭാഗം കവർ ചെയ്ത് വരുന്ന ആ ഒരു ഫ്ലിപ്പ് ഉണ്ടല്ലോ, ആ ഫ്ലിപ്പിന്റെ പുറത്ത് നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്ക്രീന് നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ആയി ഇരിക്കും എന്നുള്ള ഒരു ക്വാളിറ്റി നമുക്ക് അവിടെ അറിയാൻ പറ്റുന്നുണ്ട്. നമുക്കിതിനെ പ്രധാനമായും രണ്ട് രീതിയിലാണ് ഇതിനെ നമുക്ക് സ്റ്റാൻഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അതായത് വെർട്ടിക്കലി നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം, നമുക്കത് മൂവിയൊക്കെ കാണുന്ന സമയത്ത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ടൈപ്പ് ഒത്തിരി ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ടൈപ്പൊക്കെ ചെയ്യാൻ പറ്റും ഐപാഡിൽ. എന്തായാലും നമുക്ക് ഐപാഡ് വയ്ക്കാൻ വെച്ചതിന് ശേഷം എങ്ങനെയുണ്ട് അതിൻ്റെ യൂസ്, എങ്ങനെയുണ്ട് പ്രൊട്ടക്ഷൻ, വെയിറ്റ് ഒത്തിരി കൂടുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം എന്തായാലും. അപ്പോൾ ഞാൻ എൻ്റെ ഐപാഡ് എന്തായാലും ഇതിലേക്ക് വെച്ചു. നല്ല രീതിയിലുള്ള ഫിറ്റാണ്, ഇടയ്ക്ക് ഇങ്ങനെ ലൂസോ ഗ്യാപ്പോ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. നല്ല രീതിയിലുള്ള ഫിറ്റ് നമുക്ക് നൽകുന്നുണ്ട്. എന്തായാലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അതിൻ്റെ അകത്ത് വെച്ചതിന് ശേഷം ചെറിയൊരു വെയിറ്റ് എനിക്ക് തോന്നുന്നുണ്ട്, എങ്കിലും കുഴപ്പമില്ല, നമുക്ക് നല്ലൊരു പ്രൊട്ടക്ഷൻ കിട്ടുന്ന രീതിയിലുള്ള ഒരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ കറക്റ്റ് വെന്റുകളെല്ലാം, അതായത് സ്പീക്കർ ഗ്രില്ലുകളായാലും ഫിംഗർ പ്രിന്റിൻ്റെതായാലും എല്ലാം പക്കയാണ്, കട്ടിങ്സ് ഒക്കെ പക്കയാണ്. അതുപോലെ തന്നെ ഇതിന്റെ ഫ്ലിപ്പിന് നമുക്കൊരു മാഗ്നറ്റിക് പവർ ഉള്ളത് കൊണ്ട് നമ്മൾ ഫ്ലിപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ ഐപാഡ് വേക്കാം. അതുപോലെ ആപ്പിൾ പെൻസിലിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു പോർഷൻ തന്നെ അവർ മാറ്റി വെച്ചിട്ടുണ്ട്. അത് വളരെ ഉപകാരപ്രദമാണ്. നമ്മുടെ പെൻസിൽ എങ്ങാനും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വളരെ ഉപകാരപ്രദമായ ഒരു സ്ഥലം തന്നെയാണ് അത്. അതുപോലെ നമ്മളവിടെ പ്ലേസ് ചെയ്യുന്ന സമയത്ത് അത് ചാർജ് ആവുന്നുമുണ്ട്. ഇത് അതിന്റെ ആ ഫ്ലിപ്പിൽ കൂടെ വരുന്ന കവർ നല്ല രീതിയിൽ പ്രൊട്ടക്ഷൻ നൽകുന്നുണ്ട്. അതിന്റെ നിബൊന്നും വേറെ എങ്ങാനും തട്ടി പൊട്ടിപ്പോവുകയോ കേടുവരികയോ ഒന്നും ചെയ്യത്തില്ല. എന്തായാലും വളരെ നല്ലൊരു കേസ് തന്നെയാണത്. ഞാൻ നേരത്തെ പറഞ്ഞാൽ നമുക്കിത് രണ്ട് രീതിയിലാണ് നമുക്ക് ഈ ഐപാഡിന്റെ കവർ, അതായത് ഈ പ്രൊട്ടക്റ്റീവ് കവറിനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് വെർട്ടിക്കലി വെച്ചതിന് ശേഷം കണ്ടന്റ് വാച്ചിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ തിരിച്ചത് ഇതേപോലെ വയ്ക്കുവാണെങ്കിൽ നമുക്ക് ഒത്തിരി ടൈപ്പ് ചെയ്യുന്ന സമയത്ത് കീബോർഡ് ആയിട്ട് തന്നെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. കീബോർഡ് ആയിട്ടൊന്നല്ല, നമുക്ക് കുറച്ചുകൂടെ കൺവീനിയന്റ് ആയിട്ട് നമുക്ക് ടൈപ്പ് ചെയ്യുന്ന രീതിയിൽ നമുക്കിത് ഉപയോഗിക്കാൻ സാധിക്കും. എന്തായാലും വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ മറക്കാണ്ടിരിക്കുക. ആദ്യമായി കാണുന്നതാണെങ്കിൽ ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.